കറുപ്പുറഞ്ഞ ഹിമാലയത്തിന്റെ മലമുകളിൽ നെഞ്ചിൽ പോരാട്ട വീര്യത്തിന്റെ കനൽ ചൂടിന്റെ കരുത്തിൽ ഇന്ത്യയുടെ ധീര ജവാന്മാർ ശത്രുവിനെ തുരത്തി ത്രിവർണ്ണ പതാക ഉയർത്തിയ ഉജ്ജ്വല നിമിഷത്തിന് ചരിത്രം വിളിക്കുന്ന ഒരു പേരുണ്ട്: കാർഗിൽ. ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ കാർഗിൽ മലമുടിയിൽ ഇന്ത്യൻ സൈന്യം നേടിയ ഗംഭീര വിജയത്തിന് ഇന്ന് 26 വർഷം തികയുകയാണ്. 1999 ശൈത്യകാലത്താണ് ഭീകരരുടെ സഹായത്തോടെ പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖ കടന്ന് കാർഗിലിലെ തന്ത്രപ്രധാനമായ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തത്. കൊടും തണുപ്പുള്ള സമയത്ത് ഇന്ത്യൻ സൈന്യം ചില അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. ആ സമയം കണക്കിലാക്കിയായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. നുഴഞ്ഞുകയറ്റം തിരിച്ചറിഞ്ഞ ഇന്ത്യ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ 1999 മെയ് 8 സൈനിക നടപടി ആരംഭിച്ചു. കാർഗിൽ മുതൽ ലഡാക്ക് വരെയുള്ള മിക്ക മലനിരകളും പാക് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഉയരത്തിന്റെ ആനുകൂല്യം പാക് സൈന്യത്തിനുണ്ടായിരുന്നു. മലമുകളിൽ കയറിയവരെ നേരിടുക ദുഷ്കരവും. പക്ഷേ ഇന്ത്യൻ സൈന്യം രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിനിറങ്ങി. രാത്രി കനത്ത വെടിവെപ്പിന്റെ മറവിൽ കയൽ തൂങ്ങി ഇന്ത്യൻ സൈന്യം മലമുകളിൽ കയറി. പാക് തിരിച്ചടി ഒട്ടേറെ ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടമായി. അതോടെ തന്നെ കരസേനാ മേധാവി VP മാലിക് വ്യോമസേനയുടെ സഹായം തേടി. മെയ് 26 ഓപ്പറേഷൻ സഫേദ് സാഗറിന് വ്യോമസേന തുടക്കമിട്ടു. അടുത്ത 2 ദിവസങ്ങളിൽ 2 മിഗ് യുദ്ധവിമാനങ്ങളും 1 ഹെലികോപ്റ്ററുമാണ് പാക് സൈന്യം വെടിവെച്ചിട്ടത്. 6 സേനാംഗങ്ങളാണ് വീരമൃത്യു വരിച്ചത്. പിന്നാലെ ഇന്ത്യയുടെ മിറാഷ്പൂർ വിമാനങ്ങൾ യുദ്ധത്തിനിറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ആകാശത്തിൽ നിന്ന് കരയിലേക്ക് തൊടുക്കുന്ന ബോംബുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനം മിറാഷിനില്ലാത്തത് പ്രശ്നമായി. ഇസ്രായേലിന്റെ സഹായത്തോടെ 12 ദിവസങ്ങൾ കൊണ്ട് ലേസർ നിയന്ത്രിത ബോംബുകൾ മിറാഷിൽ ഘടിപ്പിച്ചു. പാക് റഡാറുകളിൽപ്പെടാതെ താഴ്ന്നു പറന്ന മിറാഷ് വിമാനങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരുടെ പോസ്റ്റുകൾ തകർത്ത് തന്ത്രപരമായി ടൈഗറിൽ തിരിച്ചു പിടിച്ചു. 500 കിലോ ബോംബാണ് അന്ന് പാക് പോസ്റ്റുകളിലേക്ക് മിറാഷ് വിമാനങ്ങൾ തൊടുത്തത്. ടൈഗറിൽ തിരിച്ചു പിടിച്ചതോടെ മറ്റിടങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ പാക് സൈന്യത്തിന് അന്ത്യശാസനം നൽകി. ജൂലൈ 26 അവസാന നുഴഞ്ഞുകയറ്റക്കാരനും ഒഴിഞ്ഞുവെന്നും യുദ്ധം അവസാനിച്ചുവെന്നും പ്രഖ്യാപനം വന്നതോടെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ വിജയം. യുദ്ധവിജയം പ്രഖ്യാപിച്ച ജൂലൈ 26 രാജ്യം കാർഗിൽ വിജയ ദിവസമായി ആചരിക്കുന്നു. കേവലം ഒരു യുദ്ധവിജയം മാത്രമല്ല ഇന്ത്യക്ക് കാർഗിൽ. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരുടെ ത്യാഗവും രാജ്യസ്നേഹവും ജ്വലിക്കുന്ന ഓർമ്മ കൂടിയാണ്. ഇന്നും എന്നും ഇന്ത്യ അണയാതെ ഇടനെഞ്ചിൽ സൂക്ഷിക്കുന്ന അഭിമാനത്തിന്റെ ജ്വാല. ലോക ചരിത്രത്തിൽ ഏറ്റവും ഉയരത്തിൽ നടന്ന യുദ്ധമാണ് കാർഗിൽ. -30 ഡിഗ്രി വരെ തണുപ്പ് താഴ്ന്ന മലനിരകൾ, ഉരുളക്കല്ലുകളുടെ കുന്നിൻ പുറങ്ങൾ, കുത്തൊഴുക്കിന്റെ ദ്രാസ്, 6 അടി വരെ മണ്ണിടിഞ്ഞു കിടക്കുന്ന ചതുപ്പുകൾ. അവിടെ ഇന്ത്യ നേടിയത് ലോക യുദ്ധ ചരിത്രങ്ങളുടെ മഹാവിജയങ്ങളിലൊന്നാണ്. കുന്നിൻ മുകളിലാണ് എന്ന മുൻതൂക്കം കൊണ്ട് യുദ്ധം ജയിക്കാമെന്ന് കരുതിയവർ അപ്പുറത്ത്, ഉയരുപോയാലും ഈ മണ്ണ് കാക്കുമെന്ന് ദൃഢനിശ്ചയം എടുത്തവർ ഇപ്പുറത്ത്. അവർ കാത്ത മണ്ണാണത്. ഈ ഓരോ തരി മണ്ണിലും വെട്ടിത്തിളങ്ങുന്നത് അവരുടെ ധീരദേശാഭിമാനത്തിന്റെ പ്രത്യാശാ കിരണങ്ങളാണ്. അവിടെ ഉയരുകയാണ് സ്വരാജ്യത്തിന്റെ ത്രിവർണ്ണ പതാകകൾ. അതിനോടൊപ്പം പാറുകയാണ് ഈ ഇരടികളും. മേരി ബദൻ കെ ലോഗോ ലഹരാരോ തിരങ്ക പ്യാര തും ഭൂൽന ഉൻകെ സറാ യാദ് കരോ കുർബാനി. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. मुझे तेरी कसम, हम तेरा फर्ज निभाएंगे। अब तलक जिए बस तेरे लिए, बस तेरे लिए मर जाएंगे। वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे
A day when we salute the indomitable spirit, unflinching courage and ultimate sacrifice of our brave soldiers who secure a foot in the देश पे होने On the day, we वार pay homage दिया to the soldiers who fight unvaluable in the Kargil जो कर They pay specific jawans अपनी का सौंप रहा हूँ देश तुम्हें